ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നെയ്പത്തിരി മലബാറിലേക്ക് സ്പെഷ്യൽ ഐറ്റം ആണിത്. ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ. ഇതിന്റെ കൂടെ നമ്മൾ ബീഫ് കറി, ചിക്കൻ കറി, മുട്ടക്കറി അങ്ങനെ എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നമുക്ക് ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെയ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അരിപ്പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ വാങ്ങിച്ച പാക്കറ്റ് പൊടിയാണ് കേട്ടോ ഇത്. ഇതിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി ഉപയോഗിക്കാം, പിന്നെ പുട്ടുപൊടിയും ഉപയോഗിക്കാം കേട്ടോ. ഇതില് ആദ്യം നമുക്ക് ഈ പൊടി ഒന്ന് മാവ് കുഴച്ചെടുക്കണം. ഇതിനായിട്ട് 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. അതായത് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം. അത് മുഴുവനും തന്നെ വേണ്ടി വരില്ല, കുറേശ്ശെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കുക എന്നാണ്. ഞാനിപ്പോ 2 കപ്പ് വെള്ളമാണ് കേട്ടോ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും നമ്മൾ പൊടിക്ക് ഒഴിച്ചു കൊടുക്കൊന്നുമില്ല, നമ്മൾ അളവ് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ വെള്ളം തിളച്ചു വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്, അതും കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് വരാം. അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു 10ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനിപ്പോ മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവി എടുത്തതാണ് കേട്ടോ. ഇത് കൂടുതലായിട്ട് ആരും ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കരുത്, കാരണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പത്തിരി വറുത്തെടുക്കുന്ന സമയത്ത് പൊട്ടി പോവുകയാണ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ ചേർക്കാൻ പോണത് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് കേട്ടോ. ഇതാ കണ്ടു, ചെറിയ ജീരകം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കരുത്, ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പതാ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ അരിപ്പൊടിയിലേക്ക് ഫസ്റ്റ് ഇത് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ചെറിയുള്ളി നിങ്ങൾക്ക് ഇനിയും കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ, കാരണം അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ചെറിയുള്ളിയുടെ ഒക്കെ ഫ്ലേവർ പ്രത്യേകിച്ച് നമുക്ക് കിട്ടും. അതൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ. ഈ തിളച്ചോണ്ടിരിക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ അത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ഈ മാവിലേക്ക് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ എല്ലാം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ വെള്ളം കൂടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും, എന്നാൽ ചില പൊടികൾക്കാണെങ്കിൽ തീരെ വെള്ളവും വേണ്ടി വരില്ല. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും കൂടി പോവരുത്, പാകത്തിന് വെള്ളം ആക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇപ്പതാ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഉടനെ തന്നെ നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം. ആദ്യം നമ്മൾ കയ്യിൽ അല്പം എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ബോൾസ് ഉണ്ടാക്കാനായി, അല്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ ബോൾസ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ അതേ സൈസിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോ ഒരെണ്ണം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോ ഇത് ഓരോന്നിനെയും നമ്മൾ പ്രഷറിൽ പ്രസ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ പ്രഷറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് 2 സൈഡും കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം പ്രസ് ചെയ്യാന്. അങ്ങനെ എണ്ണ പുരട്ടി കൊടുത്തിട്ടും ഒട്ടിപ്പിടിക്കുന്ന പ്രസ്സുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രസ്സുകളാണെങ്കിൽ വല്ല പ്ലാസ്റ്റിക് ഷീറ്റും കിട്ടുമെങ്കിൽ അതൊന്ന് വെച്ചു കൊടുക്കുക പ്രഷറിന്റെ മുകളിൽ. എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ.
ഇപ്പൊ ഞാനിതാ ഒന്നിനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് പ്രസ് ചെയ്യരുത്, അല്പം കട്ടിയിൽ വേണം കേട്ടോ പ്രസ് ചെയ്യാന്. എന്നിട്ട് നമ്മൾ ഇതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഫ്രൈ ചെയ്യാൻ എടുക്കണ എണ്ണ നന്നായിട്ട് ചൂടാക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൂടുതൽ എണ്ണ കുടിക്കും. അപ്പോ എപ്പോഴും തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. കണ്ടോ, ഇതാ കണ്ടോ, ഒന്ന് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അപ്പോ ഒരെണ്ണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടുത്തത് പ്രസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ ആദ്യം പ്രസ് ചെയ്ത് മുകളിലോട്ട് വെക്കരുത്. ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടുത്തത് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോ നമ്മുടെ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും അതുപോലെ മുട്ടക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് രാത്രി ഡിന്നറിനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഉള്ളത്, ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാട്ടോ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അതിനുശേഷം 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.